Hi students, welcome to today's chemistry class, the S block elements part 3. S block elements inathe first group element. First group inathe nammal alkali metals ennaanu first group elements ne parayunnu. Alkali metals inathe sodium symbol aanu Na. In electronic configuration sodium atomic number എത്രയാണ്? sodium 11. 1s2 2s2 2p6 10 അല്ലേ? ഇനി ഒരു ഇലക്ട്രോൺ അതാണ് 3s1. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു നിൽക്കുന്നത് s ഓർബിറ്റിലാണ്. അതുകൊണ്ടാണ് ഇത് s ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നിയോൺ 3s1, നിയോണിന്റെ ആറ്റോമിക് നമ്പർ ആണ് 10, 3s1 അന്നേരം 11 ആയി. സോഡിയം, ഇത് സോഡിയം പെല്ലറ്റ്സ് ആണ് ഈ കാണുന്നത്. സോഡിയം ആൽക്കലി മെറ്റൽസിനകത്ത് രണ്ടാമത്തെ എലമെന്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് സോഡിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. സോഡിയം ബൈകാർബണേറ്റ് നമ്മുടെ ഡെയിലി ലൈഫിനകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് സോഡിയം ബൈകാർബണേറ്റ്. ബേക്കറി ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ? ഈ ബേക്കറി ഐറ്റംസിനകത്ത് കേക്ക്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള പല സാധനങ്ങളിനകത്തും നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കീസ്, കേക്ക്സ് ആൻഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, സോഡിയം ബൈകാർബണേറ്റ്. അതുപോലെ തന്നെ സോഡിയം അടങ്ങിയ വേറൊരു കോമ്പൗണ്ടാണ് സോഡിയം കാർബണേറ്റ്, യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ഗ്രൗണ്ട് ഗ്ലാസസ് ആൻഡ് ആസ് ഇൻഡസ്ട്രിയൽ ബേസസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയത്തിന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ബ്ലീച്ച് ആസ് എ സ്ട്രോങ് ബേസ്, നല്ലൊരു ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ആൻഡ് ആസ് എ ഡ്രെയിൻ ക്ലീനേഴ്സ്. Sodium carbonate is the inorganic compound with the formula Na2CO3. Sodium carbonate and its various sodium carbonate and its various hydrate. ഇതെല്ലാം നമുക്ക് പല കോമ്പൗണ്ട്സ് ആണ് സോഡിയത്തിന്റെ. ഇനി അടുത്തതാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ്. സോഡിയത്തിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്. ആസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഫുഡ്, sodium plus is essential to the body for electrolyte balance. നമുക്ക് some important compounds of sodium ആണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോഡിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് സോഡിയം കാർബണേറ്റ്. എന്താണ് സോഡിയം കാർബണേറ്റ് ഫോർമുല? Na2CO3, സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് പ്രിപ്പറേഷൻ, ആ പ്രിപ്പറേഷൻ മെത്തേഡിന് പറയുന്ന പേരാണ് സോൾവേ പ്രോസസ്. എങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. പ്രൊഡക്റ്റായിട്ട് നമുക്ക് സോഡിയം കാർബണേറ്റ് വേണം. അതിനുവേണ്ടി റിയാക്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, H2O. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ മൂന്ന് റിയാക്റ്റൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. അമോണിയം ബൈകാർബണേറ്റിന്റെ ഫോർമുല ആണ് NH4HCO3. NH4HCO3. എങ്ങനെയാണ് NH4HCO3 ഉണ്ടാകുന്നത്? അമോണിയ പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഈ അമോണിയം ബൈകാർബണേറ്റിനെ സോഡിയം ക്ലോറൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. ഈ സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ അമോണിയം ബൈകാർബണേറ്റിനകത്ത് അമോണിയയെ മാറ്റിയിട്ട് അവിടെ സോഡിയം വരുന്നു, സോഡിയം ബൈകാർബണേറ്റ് ആയി മാറുന്നു. ഈ സോഡിയം ബൈകാർബണേറ്റ് ഒരു അഭിഷിപ്തമായിട്ട് അടിയുന്നു, പ്രിസിപ്പിറ്റേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് പ്ലസ് NH4Cl ഉണ്ടാകുന്നു. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ ചൂടാക്കുക എന്നുള്ളതാണ് ഈ ട്രയാങ്കിൾ വെച്ച് സൂചിപ്പിക്കുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് സോഡിയം കാർബണേറ്റ് പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. ഇപ്പം നമുക്ക് ആവശ്യമായ സോഡിയം കാർബണേറ്റ് പ്രൊഡക്റ്റ് കിട്ടി. സോഡിയം കാർബണേറ്റിന്റെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? അമോണിയ, H2O, കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അമോണിയയും H2Oയും കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേർന്ന് അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. അമോണിയം ബൈകാർബണേറ്റ് അപ്പോഴാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ആവശ്യം. അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടായിക്കഴിഞ്ഞു. സോഡിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ഈ സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് സൊല്യൂഷനിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. കാരണം ഇത് പ്രിസിപ്പിറ്റേറ്റ് എടുത്തായിട്ട് അടിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിസിപ്പിറ്റേറ്റ് നമ്മൾ വേർതിരിച്ചെടുത്തതിനെ ചൂടാക്കുമ്പോൾ സോഡിയം കാർബണേറ്റ് ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സോൾവേ പ്രോസസ്. സോൾവേ പ്രോസസ് എന്തിനു വേണ്ടിയുള്ള പ്രോസസ്സാണ്? സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോസസ്സാണ് സോൾവേ പ്രോസസ്. ഓക്കെ, എന്താണ് സോഡിയം കാർബണേറ്റ് ഫോർമുല? Na2CO3. ഇനി നമ്മൾ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്ന സോൾവേ പ്രോസസ്സിനകത്ത് അമോണിയ ഈസ് റിക്കവേർഡ് ഫ്രം അമോണിയം ബൈകാർബണേറ്റ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. അമോണിയയെ നമുക്ക് ഇവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാം.
നമ്മൾ അമോണിയം ബൈകാർബണേറ്റിനെ നമ്മൾ സോഡിയം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത്. ഈ അമോണിയം ബൈകാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ അത് അമോണിയ പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. അതുപോലെ അമോണിയം ക്ലോറൈഡിന് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ് നമ്മൾ അമോണിയം ക്ലോറൈഡ് ബൈ പ്രോഡക്റ്റ് ആണ്. അമോണിയം ക്ലോറൈഡിന് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ പ്ലസ് കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O. സോൾവേ പ്രോസസ്സിനകത്ത് നമുക്ക് അമോണിയയെ റിക്കവർ ചെയ്യാൻ വേണ്ടി അമോണിയം ബൈകാർബണേറ്റിനെ ചൂടാക്കുക, അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയ കിട്ടുന്നു. ഓക്കെ, സോൾവേ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇവിടെ സോൾവേ പ്രോസസ്സ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം കാർബണേറ്റ്, വേറൊരു കാർബണേറ്റ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സിനകത്ത് തന്നെയായ പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സോൾവേ പ്രോസസ്സ് ഉപയോഗിക്കാൻ സാധ്യമല്ല. സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്തായിരിക്കും അതിന് കാരണം? നമുക്കിവിടെ അറിയാം, സോഡിയം ക്ലോറൈഡുമായിട്ട് അമോണിയം ബൈകാർബണേറ്റിനെ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം മാറിയിട്ട് സോഡിയം വരും. സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് അത് പ്രിസിപ്പിറ്റേറ്റ് അഭിഷിപ്തമായിട്ട് അടിയുന്നു. എന്നാൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ത് ചെയ്യുന്നില്ല? പൊട്ടാസ്യം ബൈകാർബണേറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുന്നില്ല. കാരണം പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഈസ് ടു സോലുബിൾ ടു ബി പ്രിസിപ്പിറ്റേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ടു ബി എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. നമുക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് അമോണിയം ബൈകാർബണേറ്റിനെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ആ പൊട്ടാസ്യം ബൈകാർബണേറ്റ് പക്ഷേ എന്ത് ചെയ്യുന്നില്ല? പൊട്ടാസ്യം ബൈകാർബണേറ്റ് വളരെയധികം അത് പ്രിസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുന്നില്ല, ടു സോലുബിൾ ആണ് നമുക്കിവിടെ. അതുകൊണ്ട് പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കാൻ വേണ്ടി സോൾവേ പ്രോസസ്സ് ഉപയോഗിക്കുന്നില്ല. ഇതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് പൊട്ടാസ്യം കാർബണേറ്റ് നിർമ്മിക്കാൻ വേണ്ടി സോൾവേ പ്രോസസ്സ് ഉപയോഗിക്കാത്തത്? സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയാണ് സോൾവേ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ആൻസർ പറയേണ്ടത്? ഇതിൻ്റെ ആൻസർ ഇതാണ്. It may be mentioned here that Solvay process cannot be extended to the manufacture of potassium carbonate because potassium hydrogen carbonate is too soluble to be precipitated by the addition of ammonium hydrogen carbonate to a saturated solution of potassium chloride. Okay? അതാണ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ടു സോലുബിൾ ആണ്. ഇനി നമുക്ക് ഈ സോഡിയം കാർബണേറ്റ് 10H2O, സോഡിയം കാർബണേറ്റ് 10H2O എന്ന് പറയുന്ന ഇത് ഹൈഡ്രേറ്റഡ് ഫോമാണ് സോഡിയം കാർബണേറ്റിൻ്റെ. ഈ സോഡിയം കാർബണേറ്റ് 10H2Oയ്ക്കകത്ത് ഈ H2O എല്ലാം മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് H2O എല്ലാം മാറിപ്പോയിട്ട് അവസാനം Na2CO3 മാത്രമാകും. Na2CO3. Carbonate part of sodium carbonate gets hydrolyzed by water to form an alkaline solution. ഈ സോഡിയം കാർബണേറ്റ് ആയിട്ട് ഹീറ്റ് കിട്ടുന്നതിനാണ് നമ്മൾ സോഡ ആഷ് എന്ന് പറയുന്നത്. സോഡ ആഷ്, സോഡിയം കാർബണേറ്റ് 10H2Oയ്ക്കകത്ത് വെള്ളത്തിനെല്ലാം H2O മോളിക്കൂളിനെല്ലാം ഹീറ്റ് ചെയ്ത് മാറ്റി നമുക്ക് സോഡിയം കാർബണേറ്റ് ആക്കി മാറ്റുന്നതാണ് സോഡ ആഷ്. കാർബണേറ്റ് പാർട്ട് ഓഫ് സോഡിയം കാർബണേറ്റ് ഗെറ്റ്സ് ഹൈഡ്രോലൈസ്ഡ് ബൈ വാട്ടർ ടു ഫോം ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ. എന്നിട്ട് ഇവിടെ കാർബണേറ്റ് പാർട്ട് H2Oയുമായിട്ട് ചെയ്യുമ്പോൾ അത് സൊല്യൂഷൻ കാർബണേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷനായി മാറുന്നു. Na2CO3 10H2O, this is also called washing soda. It is readily soluble in water. On heating, the decahydrate loses its water of crystallization to form monohydrate above 373 K. The monohydrate becomes completely anhydrous and changed to a white powder called soda ash. The Na2CO3 10H2Oയ്ക്കകത്ത് 10H2O അങ്ങ് മാറ്റി. അതെങ്ങനെ 10H2O മാറുന്നത്? നല്ലപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ചൂട് കൊടുക്കുമ്പോൾ ആ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അത് Na2CO3 ആയി മാറുന്നു. നമുക്കറിയാം എന്താണ് ആഷ്, ചാരെന്ന് പറയുന്നത് കത്തിച്ച് ഉണ്ടാകുന്നതാണ്. അതുപോലെ Na2CO3 10H2Oയെ കത്തിക്കുമ്പോൾ അത് നമുക്ക് എന്തായി മാറും? സോഡ ആഷായി മാറുന്നു. Na2CO3 മാത്രമായി മാറുന്നു. ഈ സോഡിയം കാർബണേറ്റിൻ്റെ ഉപയോഗം എന്തായിരിക്കും? സോഡിയം കാർബണേറ്റ് ഇവിടെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സോഫ്റ്റനിങ്, ലൗണ്ടറിങ് ആൻഡ് ക്ലീനിങ്. അലക്കുകാരം ഇതായിട്ട് അലക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. It is used in the manufacture of glass, soap, borax and caustic soda. Sodium carbonate is used in paper, paints and textile industry. It is an important laboratory reagent. നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സോഡിയം കാർബണേറ്റ്. നമുക്ക് സെക്കൻഡ് ഇയർ നമുക്ക് ചെയ്യാനുണ്ട് ലാബിൽ കെമിസ്ട്രി. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് laboratory reagent both in qualitative and quantitative analysis. ഇതാണ് സോഡിയം കാർബണേറ്റ്. ഇങ്ങനെ ഇരിക്കും സോഡിയം കാർബണേറ്റ്. അടുത്ത കോമ്പൗണ്ടാണ് സോഡിയത്തിൻ്റെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതായത് സോഡിയം കാർബണേറ്റ് നമ്മൾ വാഷിംഗ് സോഡ എന്ന് പറയുന്നത്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ബേക്കിംഗ് സോഡ എന്ന് പറയും. ബേക്കിംഗ് സോഡ
ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അതായത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് എന്തിനാണ് കുക്കിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അതിന് വേറെ പറയുന്ന പേരാണ് സോഡിയം ബേക്കിംഗ് സോഡ. is known as baking soda because it decomposes on heating to generate bubbles of carbon dioxide. അതായത് നല്ല കേക്ക്, നമുക്ക് ബേക്കറി പലഹാരം നല്ല കേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം, കല്ല് പോലെ ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ. അന്നേരം നമ്മൾ അതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കുന്നു. സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നു. അവിടെ ഈ ബേക്കിംഗ് സോഡയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ജനറേറ്റ് കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ആയിട്ടാണ് വരുന്നത്. ബബിൾസ് ആയിട്ട് വരുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മുടെ ആഹാരപദാർത്ഥം മാറുന്നു. ബബിൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് leaving holes in cakes or pastries and making them light and fluffy. Sodium hydrogen carbonate is made by saturating a solution of sodium carbonate with the carbon dioxide. The white crystalline powder of sodium hydrogen carbonate being less soluble gets separated out. നമുക്കിവിടെ സോഡിയം ബൈകാർബണേറ്റ് പ്രിപ്പറേഷൻ, സോഡിയം കാർബണേറ്റിനെ കാർബൺ ഡയോക്സൈഡും H2O-യുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ഇനി സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് ഇസ് എ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ. നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫയർ എക്സ്റ്റിങ്ക്വിഷന് ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ബേക്കിംഗ് സോഡയുടെ ഒരു ഉപയോഗം നല്ല പല്ലൊക്കെ നല്ല വെളുത്ത് നല്ല സുന്ദരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ടൂത്ത് പേസ്റ്റിനകത്ത് ബേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബേക്കിംഗ് പൗഡർ സോഫ്റ്റ് ഡ്രിങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റൻ യുവർ ടീത്ത് വിത്ത് ബേക്കിംഗ് സോഡ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡ. ഇപ്പം ബേക്കിംഗ് സോഡ നമ്മൾ പഠിക്കുന്നത് എന്താണ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അതുപോലെ ബേക്കിംഗ് പൗഡർ എന്നും കേട്ടിട്ടുണ്ട്. അന്നേരം കൃഷിയൊക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. പ്രൊഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് ബബിൾസ് വെൻ ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ആർ മിക്സ്ഡ്. നമുക്ക് ബേക്കറി ഐറ്റംസ്, കേക്ക്, അങ്ങനെ ബ്രെഡ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇറ്റ് പ്രൊഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് സോഫ്റ്റ് ആക്കുന്നു. ബബിൾസ് എക്സ്പാൻഡ് ഫ്രം ഹീറ്റ് ഓഫ് കുക്കിംഗ് കോസിങ് മഫിൾനെസ് ആൻഡ് കുക്കീസ് ടു റൈസ്. അതാണ് പൊങ്ങുന്നത്, നല്ലതായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ. ഇനി എന്താണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത്? ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് പ്ലസ് ആൻഡ് അസിഡിഫയിങ് ഏജന്റ് ആൻഡ് ഡ്രൈയിങ് ഏജന്റ്. ഒരു അസിഡിഫയിങ് ഏജന്റും കൂടി ചേർക്കുന്നതാണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിൻ്റെ കൂടെ ഒരു അസിഡിഫയിങ് ഏജന്റും ആൻഡ് ഡ്രൈയിങ് ഏജന്റും കൂടെ ചേർക്കുന്നതാണ് ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത്. ബേക്കിംഗ് പൗഡർ പ്രൊഡ്യൂസസ് carbon dioxide bubbles when wet and dry ingredients are mixed. Bubbles expanded from heat of cooking causing cake and bread to rise. Single acting it is activated by mixing. Double acting is activated from mixing and again from heat. നമ്മളിവിടെ എത്ര ഓർത്തിരുന്നാൽ മതി, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് പ്ലസ് ആൻഡ് അസിഡിഫയിങ് ഏജന്റ് ആൻഡ് ഡ്രൈയിങ് ഏജന്റ്. ബേക്കിംഗ് സോഡയെ കൂടി സോഡിയയിലൂടെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർന്നാണ് ബേക്കിംഗ് പൗഡർ. ഓക്കെ, രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണ്? സോഫ്റ്റ് ആക്കുക, അതായത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് ബബിൾസ് ആക്കി അത് സോഫ്റ്റ് ആക്കുന്നു നമ്മുടെ ഐറ്റംസിനെ. അടുത്തായിട്ട് നമ്മൾ സോഡിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ്. Sodium chloride is a chemical name for salt. Sodium is an electrolyte that regulates the amount of water in your body. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു മെറ്റലാണ് സോഡിയം. ആ സോഡിയം എന്താണ് ചെയ്യുന്നത്? സോഡിയം ഈസ് ആൻ ഇലക്ട്രോലൈറ്റ് ദാറ്റ് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ യുവർ ബോഡി. Sodium also plays a part in nerve impulses and muscle contraction. Sodium chloride is used to treat or prevent sodium loss caused by dehydration, excessive sweating or other causes. ഇതാണ് സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് നമ്മൾ ഇപ്പം ഈ പടങ്ങളിലൊക്കെ കാണുന്നത്. സോഡിയം ക്ലോറൈഡ്. The most abundant source of sodium chloride is seawater, which contains 2.7 to 2.9%. ഇവിടെ നമുക്ക് ഉപ്പ് കിട്ടുന്നത്, ഉപ്പിടങ്ങൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കടൽ തീരങ്ങളുടെ അടുത്തല്ലേ. എന്താണ് അവിടെ? കടലിൽ നിന്നാണ് നമുക്ക് ഉപ്പ് കിട്ടുന്നത്.
ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ കടൽ വെള്ളത്തിനകത്ത് 2.7 to 2.9% വരെ സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട്, ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. Sodium chloride melts at 1081 K. It has a solubility of 36.0 gram in 100 of water at 273 Kelvin. ഇവിടെ നമുക്ക് സാധാരണ കടൽ വെള്ളത്തിനകത്ത് 3% വരെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. എന്നാൽ ചാവുകടൽ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിലെ കടലിൽ അവിടെ ഹൈ ഡെൻസിറ്റി, അതായത് 33% വരെ അടങ്ങിയതാണ് സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് ഉപ്പായിട്ട്. ഇനി സോഡിയം ക്ലോറൈഡിന്റെ യൂസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കോമൺ സോൾട്ട് ഓർ ടേബിൾ സോൾട്ട് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. ടേബിൾ സോൾട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഊടുമേശയിലൊക്കെ വെക്കുന്ന നമ്മുടെ ഈ ഉപ്പ്, അതുകൊണ്ടാണ് ഇതിന് ടേബിൾ സോൾട്ട് എന്ന് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് Na2O2, NaOH ആൻഡ് Na2CO3. സോഡിയം ഹൈഡ്രോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഡിയത്തിൻ്റെ കോമ്പൗണ്ടാണ്. ആ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ കുറച്ച് യൂസസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഫുഡ്. ഇൻഗ്രീഡിയൻറ്റ് നമുക്കറിയാം, സാധനങ്ങളൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പ് ചേർത്തത്, അതായത് അച്ചാർ, അങ്ങനെയുള്ള പല സാധനങ്ങളകത്തും ഉപ്പിലിട്ടത് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അന്നേരം സോഡിയം ക്ലോറൈഡ് ഇസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഫുഡ്. ഈ ഫുഡിൽ ചേർക്കുന്ന സോഡിയം ക്ലോറൈഡിനകത്ത് Na+ is essential to the body for electrolyte balance. Production of sodium metal by electrolysis of molten sodium chloride. നമുക്ക് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് സോഡിയം സോളിഡും ക്ലോറിൻ ഗ്യാസും കിട്ടുന്നു. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിനെ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും H2+ Cl2 കിട്ടുന്നു. നമുക്കിവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ മതിയാവും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഡിയത്തിൻ്റെ കോമ്പൗണ്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ എന്ന് ഇതിനെ അറിയപ്പെടുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ. Sodium hydroxide also known as caustic soda or lye, LYE. ഓർത്തിരിക്കുക, ലൈ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. ഇത് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അന്നേരം അതുകൊണ്ട് LYE എന്നുള്ള പേര് നമ്മൾ കൂടുതലും സോപ്പ് നിർമ്മാണത്തിലാണ് നമ്മൾ കേൾക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ. ഇറ്റ് ഈസ് ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് വിത്ത് ദ കെമിക്കൽ ഫോർമുല NaOH. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല NaOH. ഇറ്റ് ഈസ് എ വൈറ്റ് സോളിഡ് ആൻഡ് ഇസ് എ ഹൈലി കോസ്റ്റിക് മെറ്റാലിക് ബേസ് ആൻഡ് ആൽക്കലി സോൾട്ട്. ബേസിക് നേച്ചറുള്ളതാണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ് കേട്ടോ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പെല്ലറ്റ്സ്, ഫ്ലേക്സ്, ഗ്രാനുലാസ് ആൻഡ് ആസ് പ്രിപ്പയർഡ് സൊല്യൂഷൻ അറ്റ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. നമ്മുടെ ലാബിലുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് ലാബിൽ കാണാം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആ സ്ട്രക്ചർ ഇതൊക്കെ. ഇനി ഇവിടെ കാസ്നർ- kellner പ്രോസസ് ഇസ് എ മെത്തേഡ് ഓഫ് ഇലക്ട്രോളിസിസ് ഓൺ ആൻ അക്വസ് ആൽക്കലി ക്ലോറൈഡ് സൊല്യൂഷൻ ടു പ്രൊഡ്യൂസസ് എ കറസ്പോണ്ടിങ് ആൽക്കലി ഹൈഡ്രോക്സൈഡ്. ഇത് ഒരു കാസ്നർ- kellner എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഫിഗറാണ്. ഇത് കണ്ടുപിടിച്ചത് അമേരിക്കൻ ഹാമിൽട്ടൺ കാസ്നർ ആൻഡ് ഓസ്ട്രേലിയൻ കാൾ കെൽനർ. അതുകൊണ്ടാണ് കാസ്നർ- kellner എന്നുള്ള പേര് വന്നിരിക്കുന്നത്. രണ്ട് സയൻറ്റിസ്റ്റുകളുടെയും കൂടെ പേര് യോജിപ്പിച്ചാണ് 1890 ഇത് കണ്ടുപിടിച്ചത്. 1890. പിന്നെ കാസ്നർ- kellner പ്രോസസ് ഇസ് എ മെത്തേഡ് ഓഫ് ഇലക്ട്രോളിസിസ് ഓൺ ആൻ അക്വസ് ആൽക്കലി ക്ലോറൈഡ് സൊല്യൂഷൻ ടു പ്രൊഡ്യൂസസ് എ കറസ്പോണ്ടിങ് ആൽക്കലി ഹൈഡ്രോക്സൈഡ്. ഈ കാസ്നർ- kellner പ്രോസസ്സിലൂടെ നമുക്ക് സോഡിയം ക്ലോറൈഡിനെ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഇലക്ട്രോളിസിസ് നടത്താൻ സാധിക്കും. In Castner-kellner method, sodium hydroxide is prepared by the electrolysis of aqueous solution of sodium chloride. Sodium chloride എന്ന് പറയുന്ന പേരാണ് brine solution. brine. ഈ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു. അന്നേരം ഓർത്തിരിക്കുക, കാസ്നർ- kellner പ്രോസസ്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനകത്ത് ആരെയാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നത്? സോഡിയം ക്ലോറൈഡിനെയാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നത്. ഒരു സോൾവേ പ്രോസസ്സ് പഠിച്ചായിരുന്നല്ലോ, അത് എന്തിനു വേണ്ടിയുള്ളതാണ്? സോൾവേ പ്രോസസ്സ് സോഡിയം കാർബണേറ്റിന് വേണ്ടിയായിരുന്നു. എന്നാൽ കാസ്നർ- kellner ആർക്ക് വേണ്ടിയുള്ളതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം കാസ്നർ- kellner സെല്ലിനകത്തെ റിയാക്ഷൻസ്. കാസ്നർ- kellner സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിഗർ കണ്ടല്ലേ, ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് സ്റ്റീൽ. Inside of tank is lined with ebonite. Anode is made up of titanium. Flowing layer of mercury at the bottom of tank serves as cathode. ഇവിടെ കാസ്നർ- kellner ആനോഡും കാഥോഡും ഒക്കെ ഉണ്ട്. ഇനി സോഡിയം ക്ലോറൈഡ് എന്താ ചെയ്തത്? സോഡിയം ക്ലോറൈഡിനെ Na+ഉം Cl- മാറുന്നു. സോഡിയം ക്ലോറൈഡ് ആണ് ബ്രൈൻ സൊല്യൂഷൻ. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ Na+, Cl- മാറുന്നു.
When electric current is passed through brine, positive and negative ion, positive ion is sodium, negative is Cl, migrate towards their respective electron. Sodium plus എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാറ്റയോൺ. കാറ്റയോൺ എപ്പോഴും കാഥോഡിലോട്ട് പോകുന്നു. കാഥോഡ് ഇവിടെ ആരാണ്? മെർക്കുറി കാഥോഡിലോട്ട് പോകുന്നു. സോഡിയം ഡിപ്പോസിറ്റ് ആയിട്ട് മെർക്കുറി ഫോം സോഡിയം അമാൽഗം. നമുക്കിവിടെ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കാസ്നർ- kellner സെല്ലിൽ വെച്ച് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുക. സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ സോഡിയം ക്ലോറൈഡ് അയോൺസ് ആയി മാറുന്നു. Na+Cl- Na+നെയാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. കാറ്റയോൺ എപ്പോഴും എങ്ങോട്ടായിരിക്കില്ല? ഏത് ഇലക്ട്രോഡിലോട്ടായിരിക്കും പോണത്? കാഥോഡിലോട്ട്. ഇവിടുത്തെ കാഥോഡാണ് മെർക്കുറി കാഥോഡ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Hg. ആ മെർക്കുറി കാഥോഡിലോട്ട് സോഡിയം ഓടി ചെല്ലുന്നു. സോഡിയം ഇതിൽ എന്തായി മാറുന്നു? സോഡിയം അമാൽഗമായി മാറുന്നു. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറിയുടെ പേര് തന്നെയാണ് അമാൽഗം. സോഡിയം അമാൽഗമായി മാറുന്നു. ഇനി Cl- ക്ലോറിൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ആനോഡ്. അതായത് Cl- എന്ന് പറഞ്ഞാൽ ആനയോൺ. ആനയോൺ എങ്ങോട്ട് പോകണം? ആനോഡിലോട്ട് പോകണം. ആനോഡിലോട്ട് ചെന്നിട്ട് ഇസ് റിമൂവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെൽ. ക്ലോറിൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ആനോഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെൽ. നമുക്കിവിടെ സോഡിയം അമാൽഗം കിട്ടി. കാഥോഡിൽ സോഡിയം അമാൽഗം കിട്ടി. ഈ സോഡിയം പ്ലസ് അയോൺസ് ആർ ഡിസ്ചാർജ് ഇൻ പ്രിഫറൻസ് ടു H+ അയോൺസ് ഡ്യൂ ടു ഹൈ ഓവർ വോൾട്ടേജ്. ഇവിടെ സോഡിയം പ്ലസ് അയോൺസ് ആർ ഡിസ്ചാർജ് ഇൻ പ്രിഫറൻസ് ടു H+ അയോൺ. ആനോഡിനകത്ത് Cl- ആണ് പോകുന്നത്. റിയാക്ഷൻ അറ്റ് കാഥോഡിനകത്ത് സോഡിയം പ്ലസ് ഇലക്ട്രോൺ സോഡിയം ആയിട്ട് മാറുന്നു. സോഡിയം ഫോംസ് സോഡിയം അമാൽഗം. ദ അമാൽഗം ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ ടു ഗീവ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ സോഡിയം അമാൽഗം എന്താ സംഭവിക്കുന്നത്? സോഡിയം അമാൽഗം നമ്മുടെ H2O കൂടിച്ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡായി മാറുന്നു. സോഡിയം അമാൽഗം H2O കൂടിച്ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡായി മാറുന്നു. ഇത് നമുക്ക് ആവശ്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ സോഡിയം അമാൽഗം, സോഡിയം ക്ലോറൈഡ് അതിനകത്തുനിന്ന് ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ സോഡിയം അമാൽഗമായി മാറുന്നു. ആ സോഡിയം അമാൽഗത്തെ വെള്ളവുമായിട്ട് കൂടി ചെല്ലുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. അതൊരു ആൽക്കലി സൊല്യൂഷനാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മൾ കണ്ടത് പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്രം സോഡിയം ക്ലോറൈഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉപയോഗം എന്താണ്? ഈ ലൈയുടെ പേര് സോഡിയം ഹൈഡ്രോക്സൈഡ്. യു ക്യാൻ മേക്ക് സോപ്പ് വിത്തൗട്ട് ലൈ. നമുക്ക് ഒരിക്കലും സോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇല്ലാതെ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനകത്തൊക്കെ നമ്മൾ എപ്പോഴും സോപ്പിട്ട് കൈ കഴുകുന്നു അല്ലേ? ഇതിലെന്താണ് കാരണം? ആ സോപ്പ് യു ക്യാൻ മേക്ക് സോപ്പ് വിത്തൗട്ട് ലൈ. ലൈ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓർത്തിരിക്കുക LYE എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ സോപ്പ്, പേപ്പർ, ആർട്ടിഫിഷ്യൽ സിൽക്ക് ആൻഡ് നമ്പർ ഓഫ് കെമിക്കൽസ്. അതുപോലെ ഇൻ പെട്രോളിയം റിഫൈനിങ്, ഇൻ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. എന്താ ബോക്സൈറ്റ്? അലുമിനിയത്തിന്റെ ഓർമ്മയാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്യൂർ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആസ് എ ലബോറട്ടറി റിയേജന്റ്. നമ്മുടെ ലാബിൽ നമുക്കെല്ലാം കാണാം സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ് എല്ലാം കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് മാനുഫാക്ചർ ഓഫ് സോപ്പ്, ഡൈസ്, പേപ്പർ ആൻഡ് ഡ്രഗ്സ് ടു മേക്ക് റയോൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ്. ഓക്കെ, നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയൊക്കെ കണ്ടു. ഏതൊക്കെയായിരുന്നു സോഡിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്? സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളൊക്കെ ഓർത്തിരിക്കുക. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ സോഡിയവും പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. ഏതാ സോഡിയം പൊട്ടാസ്യം ഒക്കെ? നമ്മുടെ S ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയ ആൽക്കലി മെറ്റൽസ് ആണ് സോഡിയവും പൊട്ടാസ്യം ഒക്കെ. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം നമുക്ക് നോക്കാം. സോഡിയം പൊട്ടാസ്യം പമ്പ് നമ്മുടെ ശരീരത്തിൽ സൈറ്റോപ്ലാസം, ATP, ADP, പൊട്ടാസ്യം പ്ലസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സോഡിയം പ്ലസ്, ഇതിലെല്ലാം നമ്മുടെ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ സ്ഥിതി ചെയ്യുന്നു. സൈറ്റോപ്ലാസത്തിന്റെ സമീപത്തും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്തൊക്കെ. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് Na+ and K+ ions. Sodium ions are found in primarily in the blood plasma. ഓർത്തിരിക്കുക, ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു. They are also found in the interstitial fluid surrounding the cell. Sodium ion help in the transmission of nerve signals. Nerve signalsനെ ട്രാൻസ്മിഷൻ സഹായിക്കുന്നു. Sodium ions help in regulating the flow of water across the cell membrane. They also help in transporting sugars and amino acid in the cell. A person having weight of 70 kilogram possess 90 gram sodium. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സോഡിയം ആവശ്യമുണ്ട്. ഒരു 70 കിലോ ഉള്ള ഒരു മനുഷ്യന് 90 ഗ്രാം സോഡിയം അത്യന്താപേക്ഷിതമാണ്. ഓർത്തിരിക്കുക, അതിന് സോഡിയത്തിൻ്റെ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഓക്കെ, അന്നേരം ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം Na+ and K+ ആണ്. ചിലപ്പം നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം സോഡിയത്തിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ. ഈ പൊട്ടാസ്യം എന്താണ്? പൊട്ടാസ്യം K എന്ന സിമ്പിളുള്ള മെറ്റലാണ് പൊട്ടാസ്യം.
In biology, potassium is an essential mineral micronutrient and is the main intracellular ion for all type of cells, while having a major role in maintenance of fluid and electrolyte balance. Major role in maintenance of fluid and electrolyte balance. Potassium is necessary for the function of all living cells and is thus present in all plants and animal tissues. ഇത് വളരെ എസെൻഷ്യൽ മിനറൽ മൈക്രോന്യൂട്രിയൻ്റ് ആണ് പൊട്ടാസ്യം. ഇലക്ട്രോലൈറ്റ് ബാലൻസിംഗ് ഒക്കെ വേണം. A typical 70 kg man contain about 90 gram sodium and 170 gram of potassium. 90 ഗ്രാം സോഡിയം ആവശ്യമുണ്ടെങ്കിൽ 170 ഗ്രാം പൊട്ടാസ്യം ആവശ്യമുണ്ട് കേട്ടോ. കമ്പയർഡ് വിത്ത് ഓൺലി 5 ഗ്രാം ഓഫ് അയൺ ആൻഡ് 0.06 ഗ്രാം ഓഫ് കോപ്പർ. അതുപോലെ തന്നെയുള്ള മെറ്റൽസ് ആണ് അയണും കോപ്പറും. അയൺ 5 ഗ്രാം മതി, 0.06 ഗ്രാം മതി കോപ്പർ. പക്ഷേ ഓർത്തിരിക്കുക, സോഡിയം 90 ഗ്രാം വേണം, അതുപോലെ തന്നെ പൊട്ടാസ്യം 170 ഗ്രാം. പിന്നെ ഓരോരുത്തരെയും മനുഷ്യൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇതിൻ്റെ ആവശ്യകത അടിസ്ഥാന ആവശ്യകത മാറി മാറിക്കൊണ്ടിരിക്കുന്നു. Potassium ions are present in higher concentration inside the cells than sodium ions, and they are present outside the cell in blood plasma. Potassium ions എന്ന് പറയുന്നത് higher concentration inside the cell, എന്നാൽ sodium ions and they are present outside the cell in blood plasma. Because of large concentration gradient inside and outside the cell, the transport of sodium ions into the cell is favored. To pump out these ions again from the cell to maintain concentration gradient, large driving forces is carried out. The energy for this process is provided by ATP molecule. ATP molecule ഒക്കെ ഇതിൻ്റെ റെഗുലർ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. Thus both sodium and potassium ions are essential for living organism. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയവും പൊട്ടാസ്യം ഒക്കെ നമുക്ക് വളരെയധികം എസെൻഷ്യലാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിനകത്ത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. Group 2 elements come from idea of earth materials unable to light on fire. എർത്ത് ക്രിസ്റ്റലാണ് ഇതിൻ്റെ ഓക്സൈഡ്സ് ഒക്കെ കാണുന്നത്, അതുകൊണ്ടാണിത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് മെറ്റാലിക് എലമെന്റ് വിത്ത് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് എനർജി ലെവൽ. ഹാർഡർ ആണ്, ഡെൻസർ ആണ്, സ്ട്രോങ്ങർ ആൻഡ് ഹാവിംഗ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്സ്, ലോവർ റിയാക്ടിവിറ്റി ദാൻ ആൽക്കലി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്, ആൽക്കലിയേക്കാളും ലോവർ റിയാക്ടിവിറ്റിയാണ്. എസ് ബ്ലോക്കിനകത്ത് ആൽക്കലി മെറ്റലും ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റലും ഉണ്ട്. ആൽക്കലി മെറ്റലാണ് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ളത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ലോവർ റിയാക്ടിവിറ്റി ദാൻ ആൽക്കലി. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബെർലിയം, കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ ഏതാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. നമുക്കൊന്ന് പഠിക്കാം. ഏതൊക്കെയാണ് ഗ്രൂപ്പ് 2 എലമെന്റ്സ്? ബെർലിയം 1s2 2s2 സിമ്പിൾ Be, മഗ്നീഷ്യം Mg, കാൽസ്യം Ca, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ കാണുന്നത്. സ്റ്റോൺഷ്യം Sr, ബേരിയം Ba, റേഡിയം Ra. ഓർത്തിരിക്കുക, ഏതൊക്കെയാണ് ഗ്രൂപ്പ് 2 എലമെന്റ്സ്? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്റ്റോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കാണാം. ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് എസിലാണ്, S2. എല്ലാത്തിൻ്റെയും S2 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, പറയാൻ. ഇതുകൊണ്ടാണ് ഇതിന് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ രണ്ടാണ് എസ് ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ടാണ് +2 എന്നുള്ള ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും വന്നിരിക്കുന്നത്. +2. ഇനി ഇവിടുന്ന് ഒരു +2 കളഞ്ഞാൽ എന്തായിരിക്കും? 3s2 3p6 അല്ലേ? കാൽസ്യത്തിൻ്റെ ബാഹ്യ ഷെല്ലിലെ 2 ഇലക്ട്രോൺ കളഞ്ഞാൽ അയണൈസേഷൻ എനർജി ഇവിടെ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3s2 3p6 ആണ് വരുന്നത്. 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇന്നർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ കിട്ടാൻ വേണ്ടി ബാഹ്യ ഷെല്ലിൽ ഇലക്ട്രോണെ ഇവന്മാർ കളയുമ്പോൾ അത് ലോവർ അയണൈസേഷൻ എനർജി മതി. വളരെ കുറച്ച് എനർജി കൊടുത്താൽ അത് ബാഹ്യ ഷെല്ലിൽ ഇലക്ട്രോണെ കളയുന്നു. അതുകൊണ്ടാണ് ലോവർ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് 2 ഇലക്ട്രോണെ കളയാൻ. The group 2 elements comprises beryllium, magnesium, calcium, strontium, barium and radium. They follow alkali metals in the periodic table except beryllium. ഈ ബെർലിയം അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, കാരണം അനോമലസ് പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ നമുക്കറിയാം അനോമലസ് പ്രോപ്പർട്ടി എന്ന് ചെറിയ ആറ്റം ആയതുകൊണ്ടാണ്. These are known as alkaline earth metals. The first element beryllium differ from the rest of the members and shows diagonal relationship to aluminium. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയഗണൽ റിലേഷൻഷിപ്പും അനോമലസ് പ്രോപ്പർട്ടിയും. അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ബെർലിയം മറ്റ് ആ സെക്കൻഡ് ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്നതാണ് അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അടുത്തുള്ള എലമെന്റ്, തൊട്ടടുത്തുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് 13. ആ 13ാം ഗ്രൂപ്പിലെ അലൂമിനിയം പക്ഷേ സെയിം പീരീഡ് അല്ലെ, 3ാമത്തെ പീരീഡിലെ അലൂമിനിയവുമായിട്ട് അല്ലെങ്കിൽ അടുത്ത പീരീഡ് അലൂമിനിയവുമായിട്ട്
അത് സാമ്യം കാണിക്കുന്നതിന് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബെർലിയം അലൂമിനിയമാണ്. ഇനി എന്തായിരിക്കും അനോമലസ് ബിഹേവിയർ ഓഫ് ബെർലിയത്തിന് കാരണം? ബിക്കോസ് ഓഫ് ഇറ്റ് സ്മോൾ സൈസ് ആൻഡ് ഹൈ പോളറൈസിങ് പവർ. നമ്മൾ ചെറിയ ആറ്റമാണ് ബെർലിയം അല്ലേ, ചെറിയ ആറ്റം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ സ്മോൾ സൈസ്, അതുകൊണ്ട് നമുക്ക് നേരത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തായിരുന്നു അനോമലസ് ബിഹേവിയർ എല്ലാ ഗ്രൂപ്പിലും നമുക്ക് ഒരുപോലെ പറയാൻ സാധിക്കും. സ്മോൾ സൈസ് ആൻഡ് ഹൈ പോളറൈസിങ് പവർ. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആറ്റം ഏറ്റവും ചെറിയ ആറ്റം ആണ്, അതുകൊണ്ട് ഹൈ പോളറൈസിങ് പവർ ഉണ്ട്. റിലേറ്റീവ്ലി ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് അയണൈസേഷൻ എനർജി. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് അയണൈസേഷൻ എനർജിയും കൂടുതലാണ് ആസ് കമ്പയർഡ് ടു അതർ എലിമെന്റ്സ്. അതുപോലെ തന്നെ ഇത് കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ ഡി ഓർബിറ്റൽ ഇല്ല, ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ. ഇതെല്ലാമാണ് അനോമലസ് ബിഹേവിയർ ഓഫ് ബെർലിയത്തിന് കാരണം. ഇനി ഈ ബെർലിയം ബാക്കിയുള്ള എലിമെന്റ്സുമായിട്ട് വ്യത്യസ്ത സ്വഭാവം കാണിക്കാൻ എന്താണ് കാരണം? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ബെർലിയം ആർ ഹയർ ദാൻ ദോസ് അതർ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് 2. അനോമലസ് പ്രോപ്പർട്ടി നമുക്കൊന്ന് കാണാം. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെർലിയം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബെർലിയം ഫോംസ് കോവാലന്റ് കോമ്പൗണ്ട്സ്. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിനകത്തും ലിഥിയം കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബെർലിയം ഫോംസ് കോവാലന്റ് കോമ്പൗണ്ട്സ്. ബെർലിയം കാർബൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് മീഥെയ്ൻ. എന്നാൽ കാർബൈഡ്സ് ഓഫ് അതർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഗീവ് അസറ്റിലീൻ ഗ്യാസ്. ഓർത്തിരിക്കുക, ബെർലിയം കാർബൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് മീഥെയ്ൻ, whereas carbides of other alkaline earth metals give acetylene gas. ബെർലിയം മീഥേൻ ഗ്യാസ് തരുമ്പോൾ ബാക്കിയുള്ള എല്ലാം അസറ്റിലീൻ ഗ്യാസ് ആണ് തരുന്നത്. അതുപോലെ ബെർലിയം ഡസ് നോട്ട് എക്സിബിറ്റ് കോർഡിനേഷൻ നമ്പർ മോർ ദാൻ 4. The other members of this group has coordination number 6. കോർഡിനേഷൻ നമ്പർ 4ൽ കൂടുതലൊന്നും ബെർലിയം തരത്തില്ല. ഇനി ഡയഗണൽ റിലേഷൻഷിപ്പ് നമുക്കൊന്ന് കാണാം. ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെർലിയം ആൻഡ് അലൂമിനിയം. ഇവിടെ മെയിൻ ഗ്രൂപ്പായിട്ടുള്ളത് പീരീഡ് 2വിനകത്ത് ലിഥിയം മഗ്നീഷ്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ലിഥിയം മഗ്നീഷ്യം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അതുപോലെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഇപ്പോൾ പഠിക്കുമ്പോൾ ബെർലിയവും അലൂമിനിയവും തമ്മിലാണ്. ബെർലിയവും അലൂമിനിയം തമ്മിൽ ഡയഗണൽ റിലേഷൻഷിപ്പ്. അതായത് തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൂപ്പ്, എന്നാൽ രണ്ട് പീരീഡ് വ്യത്യാസം. പീരീഡ് 2വിലെ ലിഥിയം അടുത്ത ഗ്രൂപ്പിൽ പീരീഡ് 3ലെ ഇലമെൻ്റായ മഗ്നീഷ്യവുമായിട്ട് കാണിക്കുന്നു. അതാണ് ലിഥിയം മഗ്നീഷ്യം ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി ഗ്രൂപ്പ് 2വിലെ ബെർലിയത്തിലെ പീരീഡ് 2വിലാണ് ബെർലിയം നിൽക്കുന്നത്. 13ാം ഗ്രൂപ്പിലെ അലൂമിനിയം പീരീഡ് 3ക്കകത്താണ്. അവ തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് കാണിക്കുന്നു. അതുപോലെ 13ലെയും 14ലെയും ഇലമെന്റ്സ് ആയ ബോറോണും സിലിക്കണും 14ഉം 15ഉമായ കാർബണും ഫോസ്ഫറസും എല്ലാം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇവ തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അയോണിക് റേഡിയസ് ഓഫ് ബെർലിയം 2+ 31 പൈക്കോമീറ്റർ ആണ്. അതുപോലെ സെയിം ആസ് ദാറ്റ് ഓഫ് അലൂമിനിയം 3+. ബെർലിയം റിസംബിൾസ് അലൂമിനിയം ഇൻ സം വേസ്. ഏതൊക്കെയാണ്? ലൈക്ക് അലൂമിനിയം, ബെർലിയം നോട്ട് അറ്റാക്ഡ് ബൈ ആസിഡ് ബിക്കോസ് പ്രസൻസ് ഓഫ് ആൻ ഓക്സൈഡ് ഫിലിം ഓൺ ദ സർഫസ് ഓഫ് ദ മെറ്റൽ. ബെർലിയോ അലൂമിനിയത്തെയും ആസിഡ് അറ്റാക്ക് ചെയ്യത്തില്ല, കാരണം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പ്രസൻസ് ഒരു ഓക്സൈഡ് ഫിലിം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്സൈഡ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓക്സൈഡ് ഫിലിമിനെ തുളച്ച് ആസിഡിന് അലൂമിനിയത്തിനകത്തോ ബെർലിയത്തിനകത്തോടെ നടക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. അതുപോലെ ബെർലിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്സ് ഇൻ എക്സസ് ഓഫ് ആൽക്കലി. എക്സസ് ഓഫ് ആൽക്കലിക്കകത്തോട്ട് ബെർലിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. അന്നേരം അത് ബെറിലേറ്റ് അയോൺ ആയി മാറുന്നു, ബെറിലിയേറ്റ് അയോൺ. അതുപോലെ തന്നെ അലൂമിനിയം ഉണ്ടാകുന്നു. ഇവിടെ ക്ലോറൈഡ്സ് ഓഫ് ബോത്ത് ബെർലിയം ആൻഡ് അലൂമിനിയം ഹാവ് Cl- ബ്രിഡ്ജഡ് ക്ലോറൈഡ്. ഇതും അലൂമിനിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെ ഒരു സാമ്യമാണ്, സിമിലാരിറ്റിയാണ്. ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള അടുത്തടുത്ത ഗ്രൂപ്പിലെ വ്യത്യസ്തങ്ങളായ പീരീഡ് 2ലെയും 3ലെയും ഇലമെന്റ്സ് തമ്മിലുള്ള പ്രത്യേക തരത്തിലുള്ള സിമിലാരിറ്റീസ് ആണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇവിടെ നമുക്ക് കാണാം ബെർലിയം ഒരു ചെയിൻ അല്ലെങ്കിൽ ദ ക്ലോറൈഡ്സ് ഓഫ് ബോത്ത് ബെർലിയം ആൻഡ് അലൂമിനിയം ഹാവ് Cl- ബ്രിഡ്ജഡ് ക്ലോറൈഡ് സ്ട്രക്ചർ ഇൻ വേപ്പർ ഫേസ്. Both the chlorides are soluble in organic solvents and are strong Lewis acid. Aluminium, beryllium ഒക്കെ സ്ട്രോങ് ആണ് ലേവീസ് ആസിഡ് ആണ്. വാട്ട് ഈസ് ലേവീസ് ആസിഡ്? ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആസിഡിനെയാണ് ലേവീസ് ആസിഡ്. ദേ ആർ യൂസ്ഡ് ആസ് ഫ്രീഡം ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ്. നമ്മളിപ്പോൾ അലൂമിനിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും സിമിലാരിറ്റീസ് ആണ് കാണുന്നത്. ഇവിടെ ക്ലോറൈഡ്സ് ഓഫ് ബോത്ത് ബെർലിയം ആൻഡ് അലൂമിനിയം ഹാവ് Cl- ബ്രിഡ്ജഡ് ക്ലോറൈഡ് സ്ട്രക്ചർ ഇൻ വേപ്പർ ഫേസ്. ഇതാണ് നമ്മൾ കാണുന്ന ക്ലോറിൻ്റെ ബ്രിഡ്ജഡ് ഫേസ് കാണുന്നത്.
ഇവിടെ ബെർലിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്താണ് ഇപ്പം പഠിച്ചു പറഞ്ഞു, ഡയഗണൽ റിലേഷൻഷിപ്പാണ്. ബെർലിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ഓഫ് ആൽക്കലി ഡിസോൾവ് ചെയ്ത് BeOH4 2-. അതുപോലെ തന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡും എക്സസ് ഓഫ് ആൽക്കലിക്കകത്ത് ഡിസോൾവ് ചെയ്ത് അലൂമിനേറ്റ് അയോൺ ഉണ്ടാകുന്നു, അലൂമിനേറ്റ് അയോൺ. ബെർലിയം ആൻഡ് അലൂമിനിയം അയൺസ് ഹാവ് സ്ട്രോങ് ടെൻഡൻസി ടു ഫോം കോംപ്ലക്സ്. ഈ ബെർലിയത്തിന് അലൂമിനിയം അത് BeF4 2-, AlF6 3- കോംപ്ലക്സുകളായി മാറുന്നു. പലതരത്തിലുള്ള സിമിലാരിറ്റീസ് നമ്മൾ ബെർലിയവും അലൂമിനിയം തമ്മിൽ കണ്ടു. ഇതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഡയഗണൽ റിലേഷൻഷിപ്പ്. നമ്മൾ ബെർലിയത്തെ പറ്റി പഠിച്ചു. അടുത്ത ബെർലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസും അതിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പും. ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ബെർലിയത്തിന് അലൂമിനിയവുമായിട്ട്. ഓക്കെ, അലൂമിനിയം. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ബെർലിയം ആറ്റോമിക് നമ്പർ എത്രയാണ്? 4, മഗ്നീഷ്യം 12, കാൽസ്യം 20, സ്ട്രോൺഷ്യം 38, ബേരിയം 56, റേഡിയം 88. നിങ്ങൾ ഇതിൻ്റെ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറയണം ബെർലിയം B, മഗ്നീഷ്യം Mg, കാൽസ്യം Ca, സ്ട്രോൺഷ്യം Sr, ബേരിയം Ba, റേഡിയം Ra. ഓക്കെ, റേഡിയത്തിൻ്റെ സിമ്പിൾ ഓർക്കുക Ra. അതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട് റെഡോൺ ഒക്കെ, അതൊക്കെ വേറെയാണ്, അന്നേരം അത് ഓർത്തോളൂ. ഇത് റേഡിയോ റെഡോൺ എന്ന് തെറ്റിപ്പോരും, റേഡിയം Ra. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ അയണൈസേഷൻ എന്തായാലും നമുക്ക് നോക്കാം. ബെർലിയത്തിൻ്റെ 8-9-9, മഗ്നീഷ്യം 7-3-7. എന്താ സംഭവിച്ചിവിടെ? അയണൈസേഷൻ എന്താൽപ്പി മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അയണൈസേഷൻ എന്താൽപ്പി കുറയാൻ കാരണം എന്താണ്? സൈസ് കൂടുന്നു. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിന് ഔട്ടർ ബാഹ്യശല്യ ഇലക്ട്രോണുമായിട്ട് ഉള്ള അട്രാക്ഷൻ കുറയുന്നു. അതൊക്കെ കൊണ്ടാണ് അല്ലേ. അതുപോലെ അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയാണ് കുറവ്. അത് കഴിഞ്ഞ് അതിനേക്കാളും കൂടുതലാണ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി. ഇനി നമുക്കിവിടെ ഹൈഡ്രേഷൻ എന്താൽപ്പി -2494 ആണ്. ഇവിടെ -1921 അങ്ങനെ അങ്ങ് പോകുന്നു. മെറ്റാലിക് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ കൂടിയാണ് വരുന്നത്. ബെർലിയത്തിനാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞും താഴോട്ട് പോകുന്നതോറും റേഡിയസ് കൂടുന്നു. അതിന് കാരണം എന്നാ? സൈസ് കൂടി വരുന്നു. അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് പുതിയ ഷെല്ലുകൾ അവിടെ രൂപീകരിക്കുന്നു. മെൽറ്റിംഗ് പോയിന്റ് 1560 ഏറ്റവും കൂടുതലാണ് ബെർലിയം. അത് കഴിഞ്ഞ് കുറഞ്ഞു വരുന്നു. പിന്നെ വ്യത്യസ്തങ്ങളായ ഇതാണ് കാണിക്കുന്നത്. അതുപോലെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് നോക്കാം. ആറ്റോമിക് റേഡിയസിനകത്ത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെ എങ്ങനെയായിരുന്നു? ആറ്റോമിക് നമ്പർ, ആറ്റോമിക് റേഡിയസ് കൂടി വരുന്നു അല്ലേ. അന്നേരം ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഇവിടെ ആറ്റോമിക് റേഡിയസ് കൂടി വരികയായിരുന്നു. അതുപോലെ ഇവിടെ മഗ്നീഷ്യവും കാൽസ്യത്തിനകത്തും ആറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബിക്കോസ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ആൽക്കലി മെറ്റൽസിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതുപോലെ ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ഇൻ ഷീൽഡിംഗ് എഫക്റ്റ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആൻഡ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് എ ലാർജ് ന്യൂക്ലിയർ അട്രാക്ഷൻ. നമുക്കിവിടെ കാണാം ആറ്റോമിക് റേഡിയസ്. ബെർലിയം ഏറ്റവും കുറവ്, മഗ്നീഷ്യം കൂടുന്നു, കാൽസ്യം കൂടുന്നു, അങ്ങനെ അങ്ങ് കൂടി പോകുന്നു. ഇവിടെ ആറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റോമിക് സൈസ് കൂടി വരുന്നു. ബെർലിയത്തിനാണ് ഏറ്റവും കുറവ്. താഴോട്ട് പോകുന്നതോറും കൂടി വരുന്നു ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച്. The alkaline earth metals have low ionization enthalpy due to fairly large size of the atoms. The alkaline earth metals have low ionization enthalpy. Since the atomic size increases down the group, their ionization enthalpy decreases. Like alkali metal ion, the hydration enthalpy of alkaline earth metal ion decreases with the increase in ionic size down the group. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉള്ളത് ബെർലിയത്തിനാണ്. അത് ഡിക്രീസ് ചെയ്ത് പോകുന്നു. കാരണം അയോണിക് സൈസ് കൂടുന്നതനുസരിച്ച് ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. The hydration enthalpies of alkaline earth metal ions decreases with the increase in ionic size down the group. The hydration enthalpies of alkaline earth metals ions are larger than those of alkali metal ions. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനേക്കാളും കൂടുതലാണ്.
Thus, compounds of alkaline earth metals are more extensively hydrated than those of alkali metals. ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഹൈഡ്രേഷൻ എന്താൽപ്പി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് ഇവിടെ എക്സ്റ്റെൻസീവ്ലി ഹൈഡ്രേറ്റഡ് ദാൻ ആൽക്കലി മെറ്റൽസ്. എക്സാമ്പിൾ MgCl2. Mg ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പാണ്. കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പാണ്. എക്സ് സ്റ്റാർസ് MgCl2 6H2O, CaCl2 6H2O. ഇത് കാരണം ഹൈഡ്രേഷൻ എന്താൽപ്പി ഇവിടെ വളരെ കൂടുതലാണ്. ഇനി while NaCl and KCl do not form such hydrates. അതായത് നമ്മൾ മനസ്സിലാക്കണം, ആൽക്കലി മെറ്റൽസിനേക്കാളും കൂടുതൽ ഹൈഡ്രേഷൻ എന്താൽപ്പി ആർക്കാണുള്ളത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനാണ്. ഇവിടെ നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ബെർലിയത്തിനാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഹൈഡ്രേഷൻ എന്താൽപ്പി ലിഥിയം, ബെർലിയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലിഥിയത്തിന് -519 ആണ്, ഇവിടെ വളരെ കൂടുതലാണ്, 2450 ആണ്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിനാണ് കൂടുതൽ, വളരെ ഹയസ്റ്റ് ആണ് ഹൈഡ്രേഷൻ എന്താൽപ്പി. ഇനി ഇതിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അത് ഡിക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം. അതായത് നെഗറ്റീവ് ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പ് 2 ഗ്രേറ്റർ ദാൻ ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2 അയൺ ഹാവ് ഹയർ ചാർജ് ആൻഡ് സ്മോൾ സൈസ്. ഹയർ ചാർജ് ഡെൻസിറ്റി, സ്ട്രോങ് അയൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. സ്ട്രോങ് അയൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണുള്ളത്. നമ്മളിവിടെ കാണുകയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലെയിം കളേഴ്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, മഗ്നീഷ്യം അല്ലേ. ഇവിടെ നമുക്ക് ഇതെല്ലാം പല കളർ കാണിക്കുന്നു. ഇതിനെയാണ് ഫ്ലെയിം കളർ എന്ന് പറയുന്നത്. ഫ്ലെയിം കളർ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫ്ലെയിം കളേഴ്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ കളർ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഏത് മെറ്റലാണ്. കാൽസ്യത്തിൻ്റെ ഈ കളറ്, സ്ട്രോൺഷ്യം ഈ കളറ്, ബേരിയം പെയിൽ ഗ്രീൻ എന്ന് പറയും, മഗ്നീഷ്യം. Metals and their salt impart characteristic color to an oxidizing flame. This is because the heat from the flame excites the outermost orbital electron to a higher energy level. When the excited electron come back to the ground state, there is emission of radiation in the visible region of the spectrum. നമ്മൾ ഗ്രൂപ്പ് 2 എലമെൻസിനെ നമ്മളിങ്ങനെ ഫ്ലെയിമിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടുമ്പോൾ ഹീറ്റ് ഫ്രം ദ ഫ്ലെയിം എക്സൈറ്റ് ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ. എക്സൈറ്റ് ചെയ്യുകയാണ് ഇലക്ട്രോൺസിന് ബാഹ്യഷെല്ലിനകത്ത്. നമുക്കറിയാം NH2 ആണ് ഇതിൻ്റെ ബാഹ്യഷെല്ലി ഇലക്ട്രോൺ. ഹയർ എനർജി ലെവലിലേക്ക് അതിനെ എക്സൈറ്റ് ചെയ്യുന്നു. വെൻ ദ എക്സൈറ്റഡ് ഇലക്ട്രോൺ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, തിരിച്ചു വരും. എക്സൈറ്റ് ചെയ്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ചു വന്നപ്പോൾ there is emission of radiation in the visible region of the spectrum. Visible region of the സ്പെക്ട്രത്തിൽ വെച്ച് അതിൻ്റെ വെച്ച് അത് എമിറ്റ് ചെയ്യുന്നു. അതിൻ്റെ കളർ നമുക്ക് കിട്ടുന്നു. ഇപ്പം കാൽസ്യം 2+ കാണിക്കുന്ന കളർ ബ്രിക്ക് റെഡ് ആണ്. സ്ട്രോൺഷ്യം ക്രിംസൺ കളർ എന്ന് പറയും. സ്ട്രോൺഷ്യത്തിൻ്റെ ഓർക്ക് ക്രിംസൺ ഈ കളർ കാണാൻ പഠിക്കണം കേട്ടോ. കാൽസ്യവും ബേരിയവും നമ്മൾ സെക്കൻഡ് ഇയറിൽ ലാബിൽ ചെയ്യുന്നതാണ്. അതിന് കാൽസ്യം നല്ല ബ്രിക്ക് റെഡ്, നല്ല ഇഷ്ടികയുടെ നല്ല ചുമന്ന കളർ കിട്ടും. ബേരിയം എന്ന് പറയും നല്ല പെയിൽ ഗ്രീൻ, ആപ്പിൾ ഗ്രീൻ എന്ന് പറയും. അതുപോലെ റേഡിയം കരാമിൻ റെഡ് ആണ്. സ്ട്രോൺഷ്യം ക്രിംസൺ. ഇതിന് ഇത്രയും കളറുകൾ ഓർത്തിരിക്കുക കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലുമായിട്ട് ഫ്ലെയിം ടെസ്റ്റിനകത്ത് നമുക്ക് പലതരത്തിലുള്ള കളർ നമ്മൾ പഠിച്ചായിരുന്നു. കളർ കാണിക്കുന്ന മെറ്റൽസ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ പറ്റി പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്നിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.